കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിതാ നല്ല അടിപൊളി മുരിങ്ങ പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല തളിരുള്ള മുരിങ്ങ. അപ്പോൾ ഇന്നൊരു നാടൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇപ്പം ഞാൻ കാവത്തും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഞാനൊരു പീസിൽ മാറ്റി വെച്ചല്ലോ. അപ്പോൾ ഇതുപോലെ കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലിങ്ങനെ കറി വയ്ക്കില്ല, നാട്ടിലും വയ്ക്കുമെന്ന് എനിക്കറിയില്ല. ഇത് പണ്ട് മുതലേ ഉള്ള ഒരു കറിയാണ് കേട്ടോ. പണ്ടുള്ള ആൾക്കാരുടെയൊക്കെ ആരോഗ്യം ഇങ്ങനത്തെ കറികൾ കഴിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും എണ്ണമയമുള്ള കറികളൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇതേപോലെയുള്ള കറികളൊക്കെ ഇടയ്ക്ക് വെച്ച് കഴിച്ച് നോക്കും കേട്ടോ, നല്ലതാണ്. അപ്പോൾ അതാ ഞാൻ മുരിങ്ങയൊക്കെ ഊരി വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പണി കേട്ടോ, മുരിങ്ങ ഊരൽ. പിന്നെ അതാ നമ്മുടെ കാവത്തിൻ്റെ പീസ് ഇത്രയും മതി കേട്ടോ, ചെറിയ കഷ്ണമാണ്. അപ്പോൾ അതാ ഇത്രയും മതി നമുക്ക് കാവത്ത്. നല്ല കാവത്താട്ടോ, ഇത് പാൽക്കാവത്ത് എന്ന് അതിനെ പറയാം. നല്ല അടിപൊളി കാവത്താണ്. അപ്പോൾ അത് ആ മുരിങ്ങയൊക്കെ ഞാൻ കഴുകിയിട്ട് വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട്. മുരിങ്ങ നമ്മളിപ്പോൾ നന്നായിട്ട് കഴുകണം, കാരണം ഇപ്പോൾ കാറ്റ് കാലമല്ലേ. അപ്പോൾ നല്ലതായിട്ട് പൊടി കയറിയിട്ടുണ്ടാകും ആ മുരിങ്ങയിലൊക്കെ. അപ്പോൾ നന്നായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കണം. എന്നിട്ട് വെള്ളം തോരാൻ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കറിയിലിടുമ്പോൾ വെള്ളത്തോടെ വാരിയിടുമ്പോൾ ആ കറിയുടെ ടേസ്റ്റേ പോകും. കണ്ടില്ല, വെള്ളം തോരാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ ഓട്ടപാത്രത്തിൽ. പിന്നെ അത് ആ കാവത്തൊക്കെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതറിയോ? 4-5 ചുവന്നുള്ളി ഞാനിങ്ങനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ളൂ. വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല, നിങ്ങളുടെ എരിവിനനുസരിച്ച് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതാ വേവാൻ ആവശ്യമുള്ള വെള്ളവും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ കാവത്ത് വേവിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ചട്ടിയിലൊക്കെയാണ് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് ഗ്യാസ് മാത്രമുള്ളവർ ഇതേപോലെ കുക്കറിൽ ചെയ്യുന്നതല്ലേ നല്ലത്, ഇവിടെ ഗ്യാസൊക്കെ ലാഭിക്കണ്ടേ. അപ്പോൾ അതാ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഷുഗറുള്ളവർ ഈ കറി കഴിക്കുകയാണെങ്കിൽ, ഇങ്ങനത്തെ കറി വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ കുക്കറിൽ ഒരുമിച്ച് വേവിക്കരുത്. കാവത്ത് മാത്രം വേവിച്ചിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം ഈ കറി വയ്ക്കാനായിട്ട് കേട്ടോ. കാരണം ഈ ഷുഗറുള്ളവർക്ക് കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ കറി വയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ പൂളക്കിഴങ്ങിൻ്റെ കറി വയ്ക്കുകയാണെങ്കിലും വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വയ്ക്കുമ്പോൾ അവർക്കും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഷുഗർ ഉള്ളവർ ഇങ്ങനെ കുക്കറിൽ വേവിക്കണ്ട കേട്ടോ. അപ്പോൾ അതാ ഇത് ഞാൻ എല്ലാം കൂടി ഇട്ടിട്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാവർക്കും ഉപ്പൊക്കെ ഒന്ന് പിടിച്ചോട്ടെ. ഇനി നമുക്ക് ഇതെന്ത് ചെയ്യണം? കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിൽ കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാവത്തൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേവും. അപ്പോൾ അതാ ഇത് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഇതേപോലത്തെ ഒരു കയ്യിലെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുക. നല്ല കട്ടി വേണ്ടവർക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇതേപോലെ ചെറിയ ഒരു പീസൊക്കെ എടുത്ത് ഈ കാവത്തിൻ്റെ കഷ്ണമൊക്കെ എടുത്തിട്ട് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരേപോലെ കട്ടി നന്നായിട്ട് പേസ്റ്റ് ആക്കണമെങ്കിൽ നന്നായിട്ട് ഉടച്ചു കൊടുത്താൽ മതി. അങ്ങനെയും വയ്ക്കും, പിന്നെ അല്ലാത്ത രീതിയിലും വയ്ക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനെ കട്ടിയിൽ കുറച്ചൊരു കഷ്ണമൊക്കെ എടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതാ ഞാൻ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആവശ്യമുണ്ട് ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ. ഇനി മുരിങ്ങ ഇടാൻ പോവുകയാണ്, അതുകൊണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത് മുരിങ്ങയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ അതാ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുരിങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുരിങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. മുരിങ്ങേൻ്റെ ഇലയ്ക്ക് അധികം വേവില്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് തിളച്ചിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ 2 തള തിളച്ച് നമുക്ക് കറി റെഡിയായി കിട്ടും. പിന്നെ ഈ കറി ഇതേപോലെ കേട്ടോ, കട്ടിയോടെ തന്നെയാണ്, അധികം വെള്ളം പോലെ ഉണ്ടാവില്ല. ഇങ്ങനെയാണ് ഈ കറി. അപ്പോൾ അതാ മുരിങ്ങയൊക്കെ ഇട്ടിട്ട് കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത് നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, അതേപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ മുരിങ്ങയൊക്കെ വെന്ത് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, എല്ലാവരുടെയും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പോൾ അതാ കറി നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 തള തിളച്ചാൽ മതി, അധികമൊന്നും വേവില്ല ഈ മുരിങ്ങേൻ്റെ ഇലയ്ക്ക്. അപ്പോൾ 2 തള തിളച്ചിട്ട് നമുക്ക് നിർത്തി വെക്കാം. കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇനി നമുക്കിത് താളിക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 2 ചുവന്നുള്ളി 2 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതാ 2-3 ഉണക്കമുളക് ഒന്ന് നടുവേ കീറിയിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കാനായിട്ട് ചട്ടി വെച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി വെളിച്ചെണ്ണ ചേർത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് കടുകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ. ഈ ഒരു താളിപ്പ് ഈ കറിക്ക് പ്രത്യേക ഒരു മണമാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒരു താളിപ്പ്. അപ്പോൾ അതാ നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മൂത്ത് വന്നപ്പോൾ ഞാൻ ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കറിവേപ്പിലൊന്നും ഇടണ്ട കേട്ടോ, ഇലേൻ്റെ ഇല. അപ്പോൾ കറിവേപ്പില ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ താളിപ്പ് ഞാൻ ഓഫ് ചെയ്തിട്ട് ഇതാ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാവത്തും മുരിങ്ങയും വയ്ക്കൽ ഞങ്ങളുടെ നാട്ടിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ചെയ്യുന്നൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറുതെ കഴിക്കാം, അതുപോലെ ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. ഇത് നമ്മൾ വിഷാംശം അടങ്ങിയിട്ടുള്ള ഒരു സംഭവം ചേർത്തിട്ടില്ല. നമ്മുടെ വീട്ടിലുണ്ടായ നല്ല മുരിങ്ങയും അതുപോലെ നല്ല കാവത്തുമാണ് ചേർത്തിട്ടുള്ള നല്ല ആരോഗ്യത്തിന് വളരെ ഗുണമുള്ള നല്ലൊരു കറിയാണ്. പണ്ടുള്ളവരുടെ ആരോഗ്യമൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.